ഇനി നോൺ പാത്തോജനിക് ഡിസീസസ്, രോഗാണുക്കളില്ലാതെയും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഏതെല്ലാമാണ് അത്തരത്തിലുള്ള രോഗങ്ങൾ എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഏതൊക്കെ രീതികളിലാണ് ഈ നോൺ പാത്തോജനിക് ഡിസീസസ് ഉണ്ടാകുന്നത്? രോഗാണുക്കൾ വഴിയല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്, പോഷകങ്ങളുടെ കുറവ് കൊണ്ട് അസുഖങ്ങൾ വരാറുണ്ട്. നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ടാവും കോഷിയോർക്കർ, മരാസ്മസ്, ഇതെല്ലാം എന്താണ്? മാൽന്യൂട്രീഷൻ, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസിൻ്റെ കൊണ്ടാണ് പിന്നെ അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ ന്യൂട്രിയൻസിൻ്റെ അഭാവം കൊണ്ട്, പോഷക വസ്തുക്കളുടെ അഭാവം കൊണ്ട് അസുഖങ്ങൾ ഉണ്ടാകാം. പിന്നെ ഒക്യുപ്പേഷണൽ എന്ന് പറഞ്ഞാൽ ജോലി സംബന്ധമായിട്ട് അസുഖങ്ങൾ വരാറുണ്ട്. ജോലി സംബന്ധമായി ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇപ്പോൾ തൊഴിൽജന്യ രോഗങ്ങൾ എന്ന് പറയും. തൊഴിൽജന്യ രോഗങ്ങൾ ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആസ്ബസ്റ്റോസിസ്, അതേപോലെ സിലിക്കോസിസ്, ന്യൂമോകോണിയോസിസ്, കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്നവരിൽ ന്യൂമോകോണിയോസിസ് ഉണ്ടാകുന്നു. അതുപോലെ പാറ പൊട്ടിക്കുന്ന ആൾക്കാരിൽ സിലിക്കോസിസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഇപ്പോൾ ഒബിസിറ്റി അല്ലേ, അപ്പോൾ അമിതമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പൊണ്ണത്തടി ഉണ്ടാവും. അത് പ്രമേഹം, ഹൃദ്രോഗം, ഇതൊക്കെ എല്ലാം കാരണമാവും. അപ്പോൾ അത് പുകവലി, മദ്യപാനം, ഇതൊക്കെ എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ലൈഫ് സ്റ്റൈലുകളാണ്, ജീവിതശൈലികളാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാകാം? അസുഖങ്ങൾ ഉണ്ടാകാം. പിന്നെ ജനറ്റിക് ഡിസീസസ് എന്ന് പറഞ്ഞാൽ ജീനുകളുടെ വൈകല്യം കൊണ്ട് അസുഖങ്ങൾ വരാറുണ്ട്. ജീനുകളുടെ വൈകല്യം കൊണ്ട് അസുഖങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പോഷകങ്ങളുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ. അതേപോലെ ജീവിതശൈലി രോഗങ്ങൾ, ജനിതകപരമായി ഉണ്ടാകുന്ന രോഗങ്ങൾ, അതേപോലെ തൊഴിൽജന്യ രോഗങ്ങൾ. ഇതെല്ലാം എന്താണ്? രോഗാണുക്കൾ ഇല്ലാതെ തന്നെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഈ ജനിതകപരമായി ഉണ്ടാകുന്ന രോഗങ്ങളിലൊന്നാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഒരു ജനറ്റിക് ഡിസീസാണ് ഹീമോഫീലിയ. ഇതിന് കാരണം, ഇതൊരു ജനിതക രോഗമാണ്. ഒരു കാരണമായിട്ട് പറയുന്നത് പ്ലാസ്മയിലുള്ള ചില പ്രോട്ടീനുകളാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ മാംസ്യ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന ജീനുകളുടെ വൈകല്യത്താൽ പ്രോട്ടീൻ നിർമ്മാണം നടക്കാതെ വരും. അപ്പോൾ പ്രോട്ടീനുകൾ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ജീനുകളുടെ വൈകല്യം കൊണ്ട് പ്രോട്ടീനുകളുടെ നിർമ്മാണം, അതാണ് മാംസ്യ സംശ്ലേഷണം, ഇത് നടക്കാതെ വരികയും തൽഫലമായിട്ട് രക്തം കട്ടപിടിക്കാതെ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തപ്രവാഹം ഉണ്ടാകുന്ന ഒരവസ്ഥയെയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായി രക്തപ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. അപ്പോൾ പ്രോട്ടീനുകൾ ഉണ്ടാവാതെ ആയാൽ പിന്നെ രക്തം കട്ടപിടിക്കാതെ വരികയും തൽഫലമായിട്ട് ധാരാളം രക്തം മുറിവിലൂടെ നഷ്ടമാകുകയും ചെയ്യുന്ന അവസ്ഥയെയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇത് ഒരു ജനിതക രോഗമാണ്. അതുകൊണ്ട് തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസമാണ്. അപ്പോൾ രക്തം പരിശോധിച്ച് ഏത് പ്രോട്ടീനിൻ്റെ കുറവാണ് ഉള്ളത് എന്ന് കണ്ടെത്തി ആ പ്രോട്ടീൻ ശരീരത്തിലേക്ക് കടത്തിവിടുക. അതാണ് ഒരു താൽക്കാലികമായ ഒരു പരിഹാരം. ഇത് ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയില്ല. കാരണം ഇറ്റ്സ് എ ജനറ്റിക് ഡിസീസ്, ഇതൊരു ജനിതക രോഗമാണ്. അതുകൊണ്ട് ഇതിനെ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയാറില്ല. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഏത് പ്രോട്ടീനിൻ്റെ കുറവാണ് ഉള്ളത് എന്ന് കണ്ടെത്തുകയും ആ പ്രോട്ടീനിനെ ശരീരത്തിലേക്ക് കടത്തി വിടുകയും ചെയ്യുകയാണ് അതിൻ്റെ താൽക്കാലികമായ ഒരു പരിഹാര മാർഗം. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബ്ലഡ് ക്ലോട്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസൻറ്റ് ഇൻ ബ്ലഡ് പ്ലാസ്മ. The synthesis of protein fails when the gene that control protein synthesis become defective. Hence, excess blood lost through minor wounds. എന്താ പറഞ്ഞത്? ബ്ലഡ് ക്ലോട്ട്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം പ്രോട്ടീൻ പ്രസൻറ്റ് ഇൻ ബ്ലഡ് പ്ലാസ്മ. ബ്ലഡ് പ്ലാസ്മയിലുള്ള പ്രോട്ടീനുകളാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഫെയിൽസ്, ആ മാംസ്യ സംശ്ലേഷണം തകരാറിലാവുന്നു, നടക്കാതെ വരുന്നു. എപ്പോൾ? വെൻ ദ ജീൻസ് ദാറ്റ് കൺട്രോൾ പ്രോട്ടീൻ സിന്തസിസ് ബിക്കം ഡിഫക്റ്റീവ്. ആ മാംസ്യ സംശ്ലേഷണത്തിനെ സഹായിക്കുന്ന ജീനുകളുടെ ഡിഫക്റ്റ് കൊണ്ട്, വൈകല്യം കൊണ്ട് പ്രോട്ടീൻ സിന്തസിസ് നടക്കാതെ വരും. സോ എക്സസീവ് ബ്ലഡ് ഈസ്
ലോസ്റ്റ് ഈവൻ ത്രൂ ദ മൈനർ വൂൺസ്. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായിട്ടുള്ള രക്തപ്രവാഹം ഉണ്ടാകും. ഈ അവസ്ഥയാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ജനറ്റിക് ഡിസീസ്. ഇതൊരു ജനിതക രോഗമാണ്. സോ കംപ്ലീറ്റ് ക്യൂർ ഈസ് നോട്ട് പോസിബിൾ. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല. അപ്പോൾ ടെമ്പററി റിലീഫ് ഈസ് ടു ഇഞ്ചെക്ട് ദ ഡെഫിഷ്യൻ്റ് പ്രോട്ടീൻ ഐഡൻറ്റിഫൈഡ് ത്രൂ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. നമ്മുടെ രക്തപരിശോധനയിലൂടെ ഏത് പ്രോട്ടീനാണ് കുറവുള്ളത് എന്ന് കണ്ടെത്തി ആ പ്രോട്ടീനുകളെ നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിടലാണ് താൽക്കാലികമായ ഒരു പരിഹാരം എന്ന് പറയുന്നത്. മുറിവിൽ രക്തം കട്ടപിടിക്കുന്നത് ശരീരം സ്വീകരിക്കുന്ന ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന പല ഘടകങ്ങൾ രക്തത്തിലുണ്ട്. പ്ലേറ്റ്ലെറ്റുകൾ, കാൽസ്യം അയോൺ, ജീവകം കെ, പ്ലാസ്മ മാംസ്യമായ ഫൈബ്രിനോജൻ തുടങ്ങിയവയൊക്കെ ഈ ഘടകങ്ങളിൽ പെടും. അതുപോലൊരു ഘടകമാണ് ഫാക്ടർ 8 എന്നറിയപ്പെടുന്ന ഒരു മാംസ്യം. ഈ മാംസ്യം രക്തം കട്ടപിടിക്കുന്ന ഘട്ടത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതാണ്. എന്നാൽ ഈ മാംസ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്ന ജീനിന്റെ വൈകല്യം മൂലം മുറിവിൽ രക്തം കട്ടപിടിക്കാതിരിക്കുകയും മുറിവിലൂടെ രക്തം നഷ്ടപ്പെട്ട് മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നു. ഈ രോഗാവസ്ഥയാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ ഒരു പാരമ്പര്യ രോഗമാണ്.